ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 12:30 ടൈം ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. എന്തായാലും നമുക്ക് ടൗണിൽ കോഴിക്കോട് വരെ പോകാനുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എടവണ്ണപ്പാറയൊക്കെ കഴിഞ്ഞു. എടവണ്ണപ്പാറ മമതയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, എനിക്ക് ചോറ് അങ്ങനത്തെ കറികളൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക, സദ്യ, നോൺ വെജ് സദ്യ ഇല്ലേ, അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കുറ്റിക്കാട്ടൂരൊക്കെ എത്താനായപ്പം ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. അന്നേരം ഇതാ ഞാൻ ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിതാ അതിലുണ്ടായിരുന്ന ഡിഷസാണ് ഈ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, ഒരു പായസം ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പുളി ഉണ്ടായിരുന്നു, അതായത് പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെജ് ഒരു കറി പോലത്തെ ഒന്നുണ്ടായിരുന്നു, പിന്നെ എന്താ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ കൂട്ടുകറി പോലത്തെ അല്ലേ, അതാണിത്. കൂട്ടുകറി എന്ന് മധുരമില്ല അങ്ങനെ. അപ്പോൾ പിന്നെ എന്തെന്നറിയോ, മത്തിക്കറി ഇല്ലേ, നമ്മളെ മീൻകറി ആയിട്ട് മത്തിക്കറിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുറേ ആയിട്ടോ മീനൊക്കെ കഴിച്ചിട്ട്, കാരണം എനിക്കിപ്പോൾ മീനിനോട് എന്തോ ഒരു മടുപ്പ്, അതുകൊണ്ട് കഴിക്കാറില്ല. പക്ഷേ അവിടുന്ന് മീൻ കറി കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ട്, പിന്നെ അവർ കുറേ ഏതൊക്കെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, അപ്പോൾ ഏതാ വേണ്ടതെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ വാങ്ങിക്കാൻ വേണ്ടി തോന്നിയില്ല. ഞാൻ ആദ്യം മീനൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളതിലാണ് പോയത്. അപ്പോൾ ഭയങ്കര കളർ, ഭയങ്കര മീൻ പൊരിച്ചതിലൊക്കെ ഭയങ്കരമായ റെഡിഷ് കളറായി നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തോ വാങ്ങിയില്ല. അപ്പം ഇതന്നെ, ഈ ഒരു കറികളും ചോറും പപ്പടവും കൂട്ടി കഴിക്കാൻ തന്നെ എന്തോ ഒരു വേറൊരു ടേസ്റ്റ്. നമ്മളെന്ന് നമ്മുടെ ഫുഡല്ലേ കഴിക്കുന്നത്. പുറത്ത് പോകുമ്പോൾ പിന്നെ അധികം കഴിക്കുന്നത് ബിരിയാണി, മന്തി അങ്ങനെയാണ്. അപ്പോൾ ഇത് അങ്ങനെ കഴിച്ചപ്പോൾ, വാഴയിലയിൽ കഴിച്ചപ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാ കറികളും കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ച്. അഹിമോന് പിന്നെ എന്തായാലും ബിരിയാണി കിട്ടിയേ പറ്റും. അപ്പോൾ ഞാൻ ചോറ് കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ബിരിയാണി വരുന്നുണ്ട്, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അഹിമോ ബിരിയാണിക്ക് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഷൈജേട്ടനും അതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ബിരിയാണി കഴിച്ചു. ഞാൻ നന്നായി ചോറ് ആസ്വദിച്ച് കഴിച്ചു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട്. അപ്പോൾ പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പം അവരുടെ ചിക്കൻ പീസിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടിയിട്ട് പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണീൻ്റെ കൂടെ. അപ്പം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മഴ പെയ്യുന്നു, പിന്നെ കുറേ ചെടികളോ അതിൻ്റെ ഒക്കെ അടുത്താണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം മഴയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം ചെറിയ ചാറലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.